വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റൈൽ വിത്ത് സോണി. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഷാൾ എങ്ങനെ പെട്ടെന്ന് അടുക്കി കുത്താൻ പറ്റും, അല്ലെങ്കിൽ അല്ലിയായിട്ട് എങ്ങനെ അടുക്കി കുത്താൻ പറ്റും എന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ വീഡിയോയോട് കിടക്കുന്ന മുമ്പ് നിങ്ങൾ ആരെങ്കിലും എന്നെ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ, ഈ ചാനൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തപ്പോൾ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ കൂടെ വരും, അതും കൂടെ പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ പ്രസ് ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമേ ഇനിയും ഞാൻ ഇതുപോലെ യൂസ്ഫുൾ വീഡിയോസ് ആയിട്ടൊക്കെ വരുമ്പോൾ നിങ്ങൾക്കത് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് കിടക്കാം. ഇതെന്ന് പറഞ്ഞ് ലോങ് ആയിട്ടുള്ള ഒരു അത്യാവശ്യം ലോങ് ആയിട്ടുള്ള കുറച്ച് ചെറിയ ഒരു പൂക്കളുടെ വർക്കുള്ള ബോർഡേഡ് ആയിട്ടുള്ള ഒരു ഷിഫോൺ ഷാളാണ്, അല്ലെങ്കിൽ ദുപ്പട്ടയാണ്. ആദ്യം തന്നെ ഞാൻ ഈ ദുപ്പട്ടേനെ രണ്ടായിട്ടൊന്ന് മടക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. പപ്പാതി എടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് തുമ്പ് ഞാൻ കൃത്യം മടക്കി എടുത്തിട്ട് നമ്മൾ പപ്പാതി മടക്കി എടുക്കില്ല. അതല്ല എങ്ങനെ എടുക്കുന്നതെന്ന് വെച്ചാൽ, നമ്മളെ ലെങ്ത്ത് ഷാളിൻ്റെ തന്നെ അറ്റത്ത് കിടക്കുന്ന രണ്ട് തുമ്പുകൾ ഈക്വലായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ നേരത്തെ എടുത്ത് വെക്കുന്നത്. ഇതിപ്പം ഞാൻ ഭയങ്കര സ്ലോയിലാണ് കാണിക്കുന്നത്. നിങ്ങൾ റെഗുലറായിട്ട് നിങ്ങളിത് ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ 1 മിനിറ്റിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ നമുക്ക് ഷാളിനുള്ള ടെൻഷനെ ഒഴിവാക്കി കിട്ടും. അതിനുശേഷം ഞാൻ ചെയ്യേണ്ടത്, ഇപ്പോൾ വർക്കുള്ള ഷാളായതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, വർക്കും ഡിസൈനും ഒക്കെ നല്ലതായിട്ടുള്ള കാണുന്ന വശം നമ്മളെ ഫേസ് ചെയ്തിട്ട് വേണം ഇത് ചെയ്തു തുടങ്ങാൻ. അങ്ങനെ ചെയ്യുമ്പോഴേ ആ വർക്കും ഡിസൈനും ഒക്കെ നല്ല വശം പുറമേയോട്ട് ലാസ്റ്റ് വരത്തുള്ളൂ. അതായത് നമ്മൾ കാണുന്ന സമയത്ത് നല്ല വശവും ഡിസൈനും ഒക്കെ പുറമേ നിന്ന് തോന്നണമെങ്കിൽ നമ്മൾ ആദ്യം ആ നല്ല വശം നമ്മുടെ ഫേസ് ടു ഫേസ് ആയിട്ട് വെക്കണം. അപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, എന്തോരം ലെങ്ത്തിൽ എനിക്ക് ഷാളിൻ്റെ അറ്റം കിടക്കണം എന്നുള്ള, അല്ലെങ്കിൽ ഷാൾ എന്തോരം ലെങ്ത്തിൽ എനിക്ക് കിടക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഏകദേശം എൻ്റെ നമ്മുടെ പൊക്കിളിൻ്റെ അത്രയൊക്കെ ഞാനൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എടുത്ത് കഴിയുമ്പോൾ ഞാൻ ഇങ്ങനെ ഞൊറിഞ്ഞ് ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം അവിടെ ഇവിടെ ഇത്ര വ്യത്യാസങ്ങളിൽ വന്നിട്ടുണ്ടായിരുന്നു. അതൊന്നും ഇപ്പം ഇഗ്നോർ ചെയ്യുക. അത് നമ്മൾ തോളിലോട്ട് വെച്ചതിന് ശേഷം ഒരു സൈഡ് മാത്രം, അതായത് തോളിലോട്ട് വെക്കുമ്പോൾ നമ്മുടെ ലെങ്ത്ത് കറക്റ്റ് ആവണോ എന്ന് നോക്കുക. ലെങ്ത്ത് കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ തോളിലോട്ട് വെച്ചതിന് ശേഷം ഞാനിപ്പോൾ കാണിക്കുന്ന പോലെ തന്നെ ഇപ്പോൾ ബോർഡർ ഉള്ളത് കൊണ്ട് നമ്മൾ ഷോൾഡറിൽ ആദ്യം കുത്തുന്ന വശത്തിൻ്റെ അടിയിലോട്ട് ഏറ്റവും താഴത്തെ ബോർഡർ വരുന്ന, അല്ലെങ്കിൽ താഴത്തെ അറ്റം വരുന്ന ആ സാധനം നമ്മളിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ അടുക്കി വെച്ചതിന് ശേഷം, ഇതൊരു ബോർഡർ ഉള്ളതാണല്ലോ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു വരുന്ന രീതിയിലാണ് ഞാനിപ്പോൾ പിൻ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ സാധാരണ പിന്നുകൊണ്ടല്ല പിൻ ചെയ്യേണ്ടത്, കുറച്ച് വലിയ പിന്ന് കിട്ടുമല്ലോ, സാരി പിൻ എന്നൊക്കെ പറയുന്ന ആ ഒരു പിൻ വെച്ച് വേണം നമ്മൾ പിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഷാൾ കുത്തുമ്പോൾ എപ്പോഴും നോർമൽ പിന്നാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് നമ്മളിപ്പോൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ പെട്ടെന്ന് എന്ന് പറഞ്ഞ് നമ്മുടെ ഷോൾഡറിൽ കുത്തിക്കൊള്ളുകയും ചെയ്യും, പെട്ടെന്ന് അഴിഞ്ഞു പോരുകയും ചെയ്യും. ഇത്തിരി നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുകയും ചെയ്യും, നന്നായിട്ട് പെട്ടെന്നൊന്നും അഴിഞ്ഞു പോവുകയില്ല. അപ്പം നല്ലൊരു പിന്നാണ് ഏറ്റവും നല്ലതായിട്ട് സെക്യൂർ ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ ഈ വശം സെക്യൂർ ചെയ്തിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ മറ്റേ വശം നമുക്ക് സെക്യൂർ ചെയ്തെടുക്കാം. അതായത് ഇപ്പം മോളിലെ കഴുത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ബോർഡറിൻ്റെ ഭാഗമില്ലേ, ആ ഭാഗത്തിൻ്റെ അടിയിലോട്ടാണ് ഞാൻ ഈ ഷാളിൻ്റെ ആ ഒരു എല്ലാം ഇങ്ങനെ ഞൊറിഞ്ഞ് കയറ്റി കൊടുക്കുന്നത്. നോക്കിക്കേ, കണ്ടോ? അങ്ങനെ നമ്മൾ കുഞ്ഞു ഞൊറിയായിട്ട് ഞാൻ അടിയിലോട്ട് ഇങ്ങനെ കയറ്റി കൊടുക്കുവാണ്. അതിലോട്ട് കയറ്റി കൊടുത്തിട്ട് ആ ബോർഡറിൻ്റെ അവസാനം വരുന്ന ആ ബോർഡർ വശമില്ലേ, ഏറ്റവും താഴത്തുണ്ടാവുന്ന ആ ബോർഡർ വശം, അപ്പോൾ ആ ലാസ്റ്റ് ബോർഡർ നമുക്ക് അതിൻ്റെ മേലെയായിട്ട് വെക്കാം, അല്ലെങ്കിൽ മീതെ വെക്കാം, മുകളിൽ വെക്കാം. അപ്പോൾ നന്നായിട്ട് നമുക്ക് ദൂരെ നിന്ന് കാണുമ്പോഴേ നല്ലൊരു അട്രാക്റ്റീവ് ലുക്കാണ് അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഇതേപോലെയല്ല കോട്ടൺ ഷാൾ ഉടുക്കുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ കോട്ടൺ ഷാൾ ഉടുക്കുമ്പോൾ ഇതേപോലെ നല്ല ഫിനിഷിൽ വരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്നറിയാൻ വേണ്ടിയിട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. അങ്ങനെ ഒരു കോട്ടൺ ഷാളുമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യാം. അപ്പോൾ കണ്ടോ, ഇപ്പം ഞാൻ നേരെ എടുത്ത് വെച്ചിട്ടുണ്ട്, കൃത്യം വന്നിട്ടുണ്ട്. ഇനി നമ്മളൊന്ന് ജസ്റ്റ് കുടഞ്ഞ് നമുക്ക് ആ അല്ലിയൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെർഫെക്റ്റായി നന്നായിട്ട് സെക്യൂർഡായിട്ട് നമ്മൾ വീട്ടിൽ തിരിച്ച് വന്ന് അഴിക്കുന്ന സമയത്തേ നമ്മൾ അഴിഞ്ഞു പോവുള്ളൂ. അത്രയും നേരം നല്ല പെർഫെക്റ്റായിട്ട് അല്ലിയായിട്ട് നമുക്ക് ഈ ഷാൾ കിടക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴത്ത് കമൻറ്റ് ചെയ്ത് എന്നോട് ചോദിക്കാവുന്നതാണ്. ഞാൻ എത്രയും വേഗം നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയ്ക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്യാവുന്നതും കൂടിയാണ്. നിങ്ങൾക്ക് ഫ്രണ്ട്സിനൊക്കെ ഒരുപാട് പേർക്ക് ഡിഫിക്കൽട്ടായിരിക്കും ഷാൾ പിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർക്കും കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.